അപ്പം ടീമെ ഫിഷിംഗ് കേട്ടോ. നമ്മളിന്നൊരു പിടുത്തത്തിനിറങ്ങാണ്. നമ്മൾ അതിൻ്റെ ക്യാമറയും കാര്യങ്ങളും സെറ്റപ്പ് ആക്കാണ്. നമ്മൾ ഫുള്ള് പിടിക്കണ ഒക്കെ വിഷ്വലൊക്കെ ആഡ് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ ക്യാമറ സെറ്റ് ചെയ്യാണ്ടുണ്ട്. ആ മൂണ്ടും കാര്യങ്ങളൊക്കെ അതിമുള്ളത് കൊണ്ട് നമ്മളെ ടോർച്ചും അതിന് പറ്റിയതാട്ടോ. ടോർച്ചും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ വെച്ച് ക്യാമറ സെറ്റ് ചെയ്തിട്ടിട്ട് ടൈറ്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അളകൂല, പിന്നെ അവിടെ വന്നോളും. പിന്നെ ഈ സാധനം അതിൻ്റെ ബട്ടണാണ്. വീഡിയോ റെക്കോർഡിങ് ഓണാക്കാനും ഓഫാക്കാനുള്ള ഓപ്ഷനാണ്. അതും ടോർച്ചുമ്പോൾ കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ക്യാമറ നെക്കേണ്ട ആവശ്യമില്ല. അതും വൈകുമ്പോൾ തന്നെ നെക്കി കഴിഞ്ഞാൽ അതിന്മേൽ 2 ബട്ടണുണ്ട്. സ്റ്റോപ്പ് ബട്ടണുണ്ട്, റെക്കോർഡിങ് ബട്ടണുണ്ട്, പിന്നെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതൊക്കെ ഓക്കെ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോകാനുള്ള പരിപാടി നോക്കാം. നമുക്ക് ഇതിൽ പോവാം. ഒരു ചേഞ്ച് ആയിക്കോട്ടെ. അപ്പം ഇനി നേരെ പിടുത്തം കാണാം നമുക്ക്. അപ്പോൾ ഒന്നിനും ഒറ്റയ്ക്കും കേട്ടോ. നമ്മളിങ്ങനെ ഇതാക്കണതിന് ഒറ്റ എന്നാണ് നമ്മളവിടെ പറയുക. നമ്മളവിടെ എന്താ പറയാന്ന് കമൻറ്റ് ചെയ്യും. എന്തായാലും ഒരു മീൻ ഒറ്റയ്ക്കണു. കൂരാനെന്ന് പറയും നമ്മളവിടെ. കൂരാനാട്ടോ. കൂരാന്മാർ കണ്ടമാനുണ്ട്. ഇതൊട്ട് അടുത്തത് ഇതും കൂരാനാണ്. പിടിച്ചോക്കാം. കുഴപ്പമില്ലാത്തൊരു കൂരാനാട്ടോ, വലിപ്പമുണ്ട്. അടുത്ത് വരുന്നു. നേരെ നമ്മളെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വന്ന് കയറിയിട്ടുണ്ട്. അതും ഒരു കൂരാനാട്ടോ. നല്ലൊരു സിലോപ്പിയാണ് കേട്ടോ. കുറച്ച് ഓടിയിട്ടാണെങ്കിലും ഒന്ന് പാഞ്ഞു ഓടിയിട്ടാണെങ്കിലും പോലെ നമ്മൾ പൊടിച്ചിക്കണു. എന്താട്ടോ മുതൽ അത്യാവശ്യം വലിപ്പമുണ്ട്. നല്ല വലിയൊരു സിലോപ്പി തന്നെയാണ്. എന്താട്ടോ പിന്നെ ഒരു കൂരാന്, വലിയൊരു കൂരാനാണ്. കുഴപ്പമില്ലാത്ത സൈസുള്ള കൂരാന. എന്താ പിന്നെയും കൂരാനാട്ടോ. ഇവിടെ വലിയ വെള്ളമില്ലാത്തൊരു ഏരിയയാണ്. ആകെ മുട്ടിനടിയിലുള്ള വെള്ളം. ചിലയിടത്ത് നല്ല കുണ്ടുണ്ടാവും. ഇവിടെ കുറച്ച് വെള്ളം കൂടുതലുണ്ട് കേട്ടോ. ഒറ്റലും കൂടാൻ മാത്രം നല്ലൊരു കണ്ണനെ കിട്ടി. കുറച്ച് പാഞ്ഞു എന്നാലും കിട്ടി. ഇവിടെ കുറച്ച് ഒലുള്ള ഏരിയ കേട്ടോ. ഒരു കൂരാൻ പായുണ്ട്. അതിന് കുട്ടി ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. കുറ്റിയിട്ടുണ്ട്, നോക്കട്ടെ. സാധനം ഇതിലുണ്ട് കേട്ടോ. നല്ല ഒല്ലുവാണ്. ഒറ്റല് മുങ്ങാൻ വെള്ളമുണ്ട്. സാധനം ഇതിലുണ്ട്. ഓക്കെ, എന്താ കൂരാനാണ്. ഒരു നീർക്കോലി കേട്ടോ. ഇങ്ങനെ കുറേ പലതിനും കാണും. ഇതിൻ്റെ ഇടയിൽ, നടത്തത്തിൻ്റെ ഇടയിൽ വീണ്ടും കൂരാനാട്ടോ. കൂരാന്മാർ കണ്ടമാനുണ്ട്. അടുത്തതിന് ഒറ്റിക്കും കേട്ടോ. അതിനെ കണ്ടോ, മേത്താണ് ഒറ്റിക്കണം കേട്ടോ. അതിൻ്റെ പുറത്താണ് ഒറ്റിക്കണത്. ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് നൈസിൽ ഉള്ളിൽ കൊണ്ടെടുക്കണം. ഇത് കണ്ടോ, അടുത്തൊരു മുതൽ നടക്കണതിൻ്റെ ഇടയിൽ കണ്ടത്. അങ്ങനെ നമ്മൾ പലപ്പോഴും കാണലുണ്ട്. നല്ലൊരു മലമ്പാമ്പാട്ടോ. നല്ല സൈസ് മലമ്പാമ്പാണ്. ഇങ്ങനെ അരിക്ക കൂടെ ഇങ്ങനെ ഇര തേടി നടക്കുകയാണ്. വല്ല മീനിനെ തവളനെയൊക്കെ ഇങ്ങനെ സൈസാക്കിയിട്ട് ഇങ്ങനെ നടക്കണം. നല്ല അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇതടുത്തൊന്ന് കേട്ടോ. ഒരു വലിയ വലുപ്പമൊന്നുമില്ല. അടുത്തതൊന്ന്. ഇതട്ടോ അടുത്തൊരു കൂരാന്. കുഴപ്പമില്ലാത്ത വലുപ്പമുണ്ട്. ഒറ്റിയിട്ടുണ്ട്. സാധനയിലുണ്ട്.
നല്ലൊരു സിലോപ്പി കേട്ടോ. അടുത്തത് കേട്ടോ, നമ്മളിതിന് പൂയാനെന്ന് പറയട്ടോ. നിങ്ങളെന്താ പറയലെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ആറെല്ലാണ് കേട്ടോ, ആറെല്ലാണ്. അത്യാവശ്യം വെള്ളമുള്ള ഏരിയയിലാണ് കേട്ടോ. ഒറ്റയിലൊക്കെ മൂടാനുള്ള വെള്ളമുണ്ട്. ആറിലാണ്. മൊത്തത്തിൽ നമുക്കൊരു 30 കിലോ മീൻ കിട്ടിക്കൊണ്ടോ. നമ്മളൊരു 4-5 ആൾക്കാരുണ്ടാവും പിടിക്കാൻ. നല്ല വലിയ മീനുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്യാമറ ഇപ്പോൾ ചാർജ് പറഞ്ഞ മാതിരി എപ്പോഴത്തേന് തീർന്നു. അപ്പോൾ പിന്നെ ഉള്ളത് ആഡ് ചെയ്തതാണ്. വരുമ്പേ കേറി കേറുമ്പോ പിടിച്ചാണോന്ന് ആ ഓട്ടം കിട്ടും. ചെറിയതാ കരാറിലേ വല നോക്കുള്ളൂ. പ്രശ്നമാകും. ഇതിന്റെ വല അതിന്റെ അടിയിലാണെങ്കിൽ അങ്ങനെ കെട്ടിയാ മതി. നടത്തി കൊടുത്തത് ജീവുണ്ട്. നല്ലൊരു വാള കേട്ടോ, കുഴപ്പമില്ലാത്തൊരു വാളയാണ്. കട്ടലിയും പിടിക്കലടത്തി വെച്ചിട്ട് ഒന്നും കാണാനില്ല. എന്താ പിടിച്ചു ശിവണ്ട് ഇതാളെപ്പോണ് പിന്നെ തീരെ വലിപ്പലായി ഒന്നുമില്ലല്ലേ വിയറ്റ്നാമ്. ഇതാണ് കേട്ടോ ഒറിജിനൽ കരിമീൻ അറിയണ സാധനം. പിന്നെ സിലോപ്പികളുണ്ട്. സിലോപ്പികളൊക്കെ നല്ല സൈസ് സിലോപ്പികളുണ്ട്. പറലിനെ കൂട്ടി ഇതാക്കണം. അതിനാണ് മിക്സ് ചെയ്തോ. മിക്സിങ് തന്നെയാണ് നീ കൂരാമാരൊക്കെ പാടാൻ ഈ സാധനം വേണം. അപ്പോൾ പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ.